നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും 24 വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 18-ാം തീയതി ഞായറാഴ്ച, മകരം 4. ന്യൂസ് ബ്രേക്സ് വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. ഞാൻ പ്രവിത ലക്ഷ്മി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM കേന്ദ്ര കമ്മിറ്റിയിൽ കേരള ഘടകത്തിന് വിമർശനം. അമിത ആത്മവിശ്വാസമാണ് തോൽവിക്ക് കാരണമെന്നാണ് വിമർശനം. സംഘടനാ സംവിധാനം ചലിച്ചില്ല എന്നും കുറ്റപ്പെടുത്തൽ. പശ്ചിമബംഗാളിലെ കോൺഗ്രസ് സഖ്യത്തിൽ അവ്യക്തതയെന്നും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. 24 ബ്രേക്കിംഗ്. അലക്സ് റാം മുഹമ്മദാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് കേരള ഘടകത്തിന് കേൾക്കേണ്ടി വരുന്നത്. അമിത ആത്മവിശ്വാസം തിരിച്ചടിയായെന്നത് ഉൾപ്പെടെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിമർശനവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നത്? പ്രവിത, കേരളം, ബംഗാൾ അടക്കം 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയിൽ EMS അക്കാദമിയിലാണ് ഈ യോഗം ചേരുന്നത്. 3 ദിവസമായാണ് ഈ യോഗം തുടരുന്നത്. ഇന്ന് യോഗം സമാപിക്കും. ഇതിൽ പ്രധാനമായി കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് നേരിട്ട അല്ലെങ്കിൽ CPIMന് നേരിട്ട കനത്ത പരാജയം യോഗത്തിൽ സ്വാഭാവികമായി വിലയിരുത്തി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIMന്റെ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIMന് അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നതാണ് തിരിച്ചടിയായതെന്നാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചർച്ചകളും വിമർശനവും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം ചലിച്ചില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കി വന്ന ക്ഷേമ പദ്ധതികളും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളും വിജയിക്കും, അത് ജനങ്ങളിലേക്ക് എത്തുമെന്നും ജനങ്ങൾ അനുകൂലമായി പ്രതികരിക്കുമെന്നും CPIM കണക്കുകൂട്ടി. അതിനാൽ സംഘടനാ സംവിധാനം താഴെത്തലത്തിൽ കാര്യമായി തന്നെ പലയിടങ്ങളിലും ചലിച്ചില്ല എന്ന കുറ്റപ്പെടുത്തലാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നത്. ഇത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന്. കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലും ഇത് സമാനമായി തന്നെ അമിതാത്മവിശ്വാസം സംസ്ഥാനത്ത് CPIMന് വിനയായതായാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇത് സംസ്ഥാന കമ്മിറ്റിയും സമാനമായി തന്നെ ആ റിപ്പോർട്ട് നൽകിയിരുന്നു, ആ റിപ്പോർട്ട് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് നേരത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പ്രവിത സൂചിപ്പിച്ചത് ഈ ബംഗാളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ബംഗാളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ CPIM കോൺഗ്രസ് സഖ്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിൽ അത്തരമൊരു വിമർശനം, അതായത് അതിൽ സഖ്യസാധ്യത സംബന്ധിച്ച ഒരു വ്യക്തതയുമില്ല എന്ന വിമർശനവും കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു. ഇതിൽ സഖ്യത്തെപ്പറ്റി കോൺഗ്രസ് മൗനം പാലിക്കുകയാണെന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഇല്ല എന്നും ബംഗാൾ നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. പരമാവധി സീറ്റുകളിൽ പാർട്ടി മത്സരിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നൊരു വികാരം. അതുമാത്രമല്ല, രാജ്യത്ത് പതിറ്റാണ്ടുകളായി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് CPIM ഭരണത്തിൽ എത്താത്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നിലവിൽ കേരളത്തിൽ CPIM ഭരിക്കുകയാണ്. ആ ഒരു സാഹചര്യം നിലനിർത്തണം എന്നൊരു പൊതുവികാരവും കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു. അതായത് കൂടുതൽ സീറ്റുകൾ പലയിടങ്ങളിലും ത്രിപുര, ബംഗാൾ അടക്കമുള്ള CPIMന്റെ ഭരണം നഷ്ടപ്പെട്ട, CPIMന്റെ ശക്തി നഷ്ടപ്പെട്ട കേന്ദ്രങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ അത്തരം നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം. ഒപ്പം കേരളത്തിൽ ഭരണം നിലനിർത്തുന്നതിനുള്ള സത്വര നടപടികൾ മുന്നോട്ട് പോകണമെന്നാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. എന്താണ് കേന്ദ്ര കമ്മിറ്റിയുടെ ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്ന് ഈ യോഗത്തിന് ശേഷം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഒരുപക്ഷെ മാധ്യമങ്ങളോട് വിശദീകരിക്കും. അതൊരു പക്ഷേ വൈകുന്നേരത്തിന് ശേഷമാകും ആ മാധ്യമങ്ങളോടുള്ള ആ ഒരു വിശദീകരണം ഉണ്ടാകാൻ സാധ്യത. എന്താണെങ്കിലും ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പലവിധമായ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ ശക്തിപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം തീരുമാനങ്ങൾ അവർ കൈക്കൊള്ളും. പ്രവിത. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിലാണ് ഇപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റിയിൽ കേരള ഘടകത്തിന് വിമർശനമുയർന്നത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും NSSനോട് അടുക്കാൻ SNDP. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിക്കേണ്ട സാഹചര്യമാണ് ഇതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. NSSുമായി കലഹമില്ല എന്നും സമരസപ്പെടുമെന്നും വെള്ളാപ്പള്ളി. ഒന്നിക്കണമെങ്കിൽ ഒന്നിക്കാൻ തയ്യാറാണ് എന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനം വെള്ളാപ്പള്ളി നടേശൻ തുടർന്നു. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. കാന്തപുരം വിഭാഗത്തിന്റെ സമ്മേളനത്തിൽ VD സതീശൻ നടത്തിയ ഈ പ്രസംഗമാണ് വെള്ളാപ്പള്ളി നടേശനെ വിശാല സാമുദായിക ഐക്യത്തിന് പ്രേരിപ്പിക്കുന്നത്. ഈ സതീശൻ കാണുന്നെങ്കിൽ അയാളൊക്കെ ഊളംപാറയൊക്കെ അയക്കണ്ടേ? രാജാവിനേക്കാൾ വലിയ രാജഭക്തിയല്ലേ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും നാളെ
പല സ്ഥാനങ്ങളിലും അവർ വഴി ഓപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കയ്യടി കിട്ടിയ സതീശന്റെ പ്രസംഗത്തിന് കണക്ക് തീർക്കുക എന്ന ലക്ഷ്യത്തിലാണ് വെള്ളാപ്പള്ളി. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിനായിരിക്കും പ്രാമുഖ്യമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിൽ പ്രതിധ്വനിക്കുന്നത് സംഘപരിവാറിന്റെ ഭാഷയാണ്. നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ളവരുടെ ഐക്യം നായാടി മുതൽ നസ്രാണി വരെ എന്ന് വികസിപ്പിക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ ചുവ വിടുന്നില്ല. നായാടി തൊട്ട് നസ്രാണി വരെ ആയി. നസ്രാണികൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിഷമത്തിലാണ്. പെരുന്നേരി ചെരുന്നേരി എനിക്ക് അത്ര ആയിത്തൊന്നും എനിക്കില്ല, ചെല്ലണം കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ സുഖമായിട്ട് എന്തിനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്? അവരുമായിട്ട് പിണങ്ങിട്ട് എന്ത് കാര്യം? പിണങ്ങിട്ട് എന്ത് കിട്ടി? കാറിൽ കയറ്റിയ വിഷയത്തെ ആളിക്കത്തിക്കാനും വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നുണ്ട്. അതിനാണ് NSSന്റെ പിന്തുണ ലഭിച്ചതും. അല്ല, ഞങ്ങൾക്ക് വെള്ളാപ്പള്ളിയുമായിട്ട് SNDP-യുമായിട്ട് ഇപ്പൊ അഭിപ്രായ ഭിന്നതയൊന്നുമില്ല. അദ്ദേഹം നമ്മളോടൊന്നും സംസാരിച്ചിട്ടില്ല. അത് വേണ്ടതാണെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ആലോചിക്കും, ഒരു സംശയവുമില്ല. അതിനകത്ത് യാതൊരു പരിധിയില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകാതിരിക്കുവാനുള്ള തന്ത്രപരമായ നീക്കം കൂടിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ പരാമർശങ്ങൾ. 24 തിരുവനന്തപുരം. ഈ വാർത്താദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് മുഹമ്മദ്, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ്, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, ഡൽഹിയിൽ നിന്ന് R അച്യുതൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. അലക്സ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ VSSC പരിശോധനാ റിപ്പോർട്ട് SITയുടെ പക്കലുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വാജിവാഹനവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം KP ശങ്കരദാസിനെ വിദഗ്ധ ഡോക്ടേഴ്സ് എന്ന് പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അല്പം ഗുരുതരമായിരുന്നു. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തു വരാനിരിക്കുകയാണെന്ന്, ഒപ്പം തന്നെ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ സെഷൻസ് കോടതിയിലേക്ക് നീങ്ങുന്നുവെന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണല്ലോ. എങ്ങനെയാണ് വിവരങ്ങൾ? പ്രവിത, ഗുഡ് മോർണിംഗ് അഗൈൻ. പ്രവിത സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന ജില്ലയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്താ ഡെവലപ്മെന്റുകളിൽ ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിൽ SIT അന്വേഷണം, അതായത് 6 ആഴ്ച കൂടി ഹൈക്കോടതി SITക്ക് അന്വേഷണം നടത്താനുള്ള സമയം നീട്ടി നൽകിയതിനു ശേഷമുള്ള ആദ്യ ഇടക്കാല റിപ്പോർട്ട് SIT നാളെ ഹൈക്കോടതിയിൽ നൽകിയേക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി SIT വ്യക്തമാക്കും. നേരത്തെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട SITയെ വിമർശിച്ചിരുന്നു. ഇതിൽ ഒരു മെല്ലപ്പോക്കുണ്ടോ എന്ന്, SITയുടെ അന്വേഷണത്തിൽ ഒരു മെല്ലപ്പോക്കുണ്ടോ എന്ന് ഹൈക്കോടതി സംശയം ഉന്നയിച്ചിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ കട്ടളപ്പാളി, അതുപോലെ ഈ മറ്റിടങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം, അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിച്ചതിന് ശേഷമുള്ള ഇടക്കാല റിപ്പോർട്ടാണ് നൽകുന്നത്. VSCയുടെ തിരുവനന്തപുരത്തെ ലാബിൽ നടന്ന പരിശോധനാ ഫലം നേരത്തെ വിചാരണ കോടതിയിൽ നിന്ന് SIT സംഘത്തിന് കൈമാറിയിരുന്നു. അത് ഇന്നും ഇന്നലെയുമായി SIT സംഘം വിലയിരുത്തുകയാണ്. അതടക്കം കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം, അതായത് ഈ 99 കാലഘട്ടത്തിൽ ഈ കട്ടളപ്പാളിയിലും മറ്റുമൊക്കെ പൊതിഞ്ഞ സ്വർണം തന്നെയാണോ അവിടെ നിന്ന് മിസ്സായത്, അല്ലെങ്കിൽ അത് കണ്ടെത്തിയത്, അതായത് ഗോവർദ്ധന്റെ അടക്കമുള്ള ജ്വല്ലറികളിൽ നിന്ന് കണ്ടെത്തിയത് ആ സ്വർണം തന്നെയാണോ, അതിന്റെ കാലപ്പഴക്കം എത്രയാണ് എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളാണ് ഈ VSCയുടെ ലാബിൽ നടത്തിയ പരിശോധനയിൽ, അല്ലെങ്കിൽ ആ പരിശോധനാ ഫലത്തിലുള്ളത്. അത് കൃത്യമായി SIT ഹൈക്കോടതി അറിയിക്കും. അത് ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യം അതിനുശേഷം മനസ്സിലാക്കണം. അതായത് നേരത്തെ വിമർശനമടക്കം നിലനിന്ന പശ്ചാത്തലത്തിൽ ഹൈക്കോടതി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതാണ്. ഒപ്പം പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട സ്വർണ്ണത്തിന്റെ അളവും അത് സ്വർണ്ണത്തിന്റെ കാലപ്പഴക്കവും അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും. അത് വിദഗ്ധ ഡോക്ടർമാരടക്കം അധികൃതരടക്കമുള്ള സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും. ശങ്കരദാസിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും ഈ SIT അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ടിൽ ചേർക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഹൈക്കോടതി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ശ്രദ്ധേയം. നാളെ ഹൈക്കോടതിയിൽ ഈ വിഷയം, അതായത് റിപ്പോർട്ട് എത്തുമ്പോൾ ഹൈക്കോടതി എന്ത് പരാമർശം നടത്തുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നു. വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്നുണ്ട്. വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കഴിഞ്ഞ ദിവസം ഈ അഭിഭാഷക കമ്മീഷൻ 2017 നൽകിയ റിപ്പോർട്ടിന്റെ, അല്ലെങ്കിൽ ആ റിപ്പോർട്ട്, അതായത് അഭിഭാഷക കമ്മീഷന്റെ സാന്നിധ്യത്തിലാണ് ഈ വാജിവാഹനം കൈമാറിയതെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് UDFന്റെ ഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ വാജിവാഹനം തന്ത്രിയുടെ വസതിയിലേക്ക് മാറ്റിയതും തന്ത്രിയുടെ വീട്ടിൽ നിന്ന് SIT സംഘം ഇത് കണ്ടെത്തിയതിനു ശേഷം അത് രാഷ്ട്രീയ ആയുധമായി LDF ഉപയോഗിക്കുകയാണ്, CPM ഉപയോഗിക്കുകയാണ്. അതിനെ UDF പ്രതിരോധിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. അതിൽ ഒരുപക്ഷെ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം ഇന്ന് വരും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത.
മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത്തെ അതിജീവിതം നൽകിയ ബലാത്സംഗ പരാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ജാമ്യം ഇന്നലെ കോടതി നിഷേധിച്ചിരുന്നു. ഇതിൽ പ്രധാനമായി കോടതി ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദങ്ങൾ തള്ളുന്നു കോടതി. പ്രത്യേകിച്ച് ഉഭയകക്ഷി സമ്മതപ്രകാരമല്ല ഈ ബന്ധം തുടർന്നത്. അതുമാത്രമല്ല, ലൈംഗിക അതിക്രമമായിരുന്നു. നേരത്തെയും സമാനമായി തന്നെ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേരിട്ടുണ്ട്. അതിനാൽ ജാമ്യം നൽകാനാകില്ല എന്നാണ് കോടതി വിലയിരുത്തിയത്. ഇനി നാളെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സെഷൻസ് കോടതിയെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സെഷൻസ് കോടതിയിൽ ജാമ്യത്തിന് ഹർജി നൽകും എന്നുള്ളതാണ് പ്രധാനം. രാഹുൽ മാങ്കൂട്ടത്തിന് നാളെ നിർണായകമാണ്. ശരി, അത്തരത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് വരാനിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദാണ് ഈ വാർത്തയുടെ എല്ലാം സൂചന നൽകിയത്. ഇനി കോഴിക്കോട്ടേക്കാണ് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഇന്ന് കാലിക്കറ്റ് സർവകലാശാല VC നിയമന അഭിമുഖം നടക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകമായി തയ്യാറാക്കിയ ലിസ്റ്റുണ്ട്. ഇത് പ്രകാരമാണ് ഈ അഭിമുഖം നടക്കുക. എങ്ങനെയാകും, എപ്പോഴായിരിക്കും ഈ അഭിമുഖം ആരംഭിക്കുക? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ? പ്രവിത, ഗുഡ് മോർണിംഗ്. കാലിക്കറ്റ് സർവകലാശാല എന്ന് പറയുമ്പോൾ എല്ലാ പ്രൊഫസർമാരും ഒരിക്കലെങ്കിലും അവിടുത്തെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ നിയമനമാണ് ഇന്നും നാളെയുമായി നടക്കുന്നത്. ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി തിരുവനന്തപുരത്താണ് ഈ അഭിമുഖം സംഘടിപ്പിക്കുന്നത്. 37 അപേക്ഷകരെയാണ് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG സർവകലാശാലകളിലെ സീനിയർ പ്രൊഫസർമാരും സംസ്ഥാനത്തിന് പുറത്തുള്ളവരും ഈ അപേക്ഷകരായി എത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലിക്കറ്റ് അങ്ങനെ മോഹിപ്പിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അപേക്ഷകർ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ലോക് ഭവൻ ലൈസൺ ഓഫീസർക്കാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല. UGC നിയമപ്രകാരം സെർച്ച് കമ്മിറ്റി സമർപ്പിക്കുന്ന 3 മുതൽ 5 വരെയുള്ള പേരുകളടങ്ങിയ പാനൽ നിന്ന് ഗവർണർ ആണ് VCയെ തിരഞ്ഞെടുക്കുക. ഇതോടെ സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ 4ഇടത്ത് സ്ഥിരം വൈസ് ചാൻസലർമാരാകും. 4ഇടങ്ങളിൽ ഈ കാലിക്കറ്റ് VCമാർ എല്ലാ കാലത്തും നമുക്കറിയാം പലതരത്തിലുള്ള വിവാദങ്ങളിലൊക്കെ അകപ്പെടാറുണ്ട്. അപ്പോൾ ആരായിരിക്കും കാലിക്കറ്റിലെ പുതിയ VC എന്നുള്ളത് വളരെ ആകാംക്ഷ നിറയുന്ന ഒരു കാര്യവുമാണ്. പ്രവിത, ശരി. നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ UDFന്റെ മഹാപഞ്ചായത്ത് നാളെ നടക്കാനിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. അങ്ങനെ ആ മഹാപഞ്ചായത്തിലേക്ക് ഇനി ആർക്കൊക്കെയാണ് ക്ഷണമുള്ളത്? ഏത് തരത്തിലായിരിക്കും മഹാപഞ്ചായത്ത് നടക്കാനിരിക്കുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ? പ്രവിത, ഗുഡ് മോർണിംഗ്. വിപുലമായ പരിപാടികളാണ് ഈ മഹാപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആവിഷ്കരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നേരിട്ടെത്തിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. 12:15 മറൈൻ ഡ്രൈവിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസിന്റെ പ്രതികളും അതോടൊപ്പം തന്നെ പരാജയപ്പെട്ട പ്രതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 15,000-ഓളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഈ പരിപാടിയുടെ ഭാഗമായി എത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് കൊച്ചിയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ നടപടികളും ഒക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 500-ലധികം വരുന്ന പോലീസ് സേന നഗരത്തിൽ നാളെ വിവിധ ഇടങ്ങളിലായി സുരക്ഷ ഒരുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. വലിയൊരു പരിപാടിയായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ കരുത്തു പകരുന്ന ഒരു പരിപാടിയായാണ് കോൺഗ്രസ് ഈ മഹാപഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രവിത, ശരി, അതാണ് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നിരവധി രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇന്ന് കൊച്ചിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ വീണ്ടും സമരത്തിലേക്ക്. മന്ത്രി ഉൾപ്പെടെ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ സമരം. ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നും ക്യാമ്പസിനുള്ളിലെ റോഡ് നവീകരിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഞങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ പാവം ജനങ്ങളെ വഞ്ചിക്കാൻ. ഇടുക്കി മെഡിക്കൽ കോളേജിൽ 3 ബാച്ചുകളിലായി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവർക്ക് ജില്ലാ ആശുപത്രിയിലെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണ് പഠന സൗകര്യത്തിനായി ഉള്ളത്. പുതിയ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ 6 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും കരാർ ഏറ്റെടുത്ത കിറ്റ്കോയുടെ അനാസ്ഥയെ തുടർന്ന് പൂർത്തിയാക്കിയിട്ടില്ല. പുതിയ ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ പോലുമുള്ള സൗകര്യം ഒരുക്കിയില്ല. ഏകദേശം 2023 നമ്മൾ അവസാനമായിട്ട് ഈ കോളേജിന്റെ ഫെസിലിറ്റീസ് കൂട്ടണമെന്ന് പറഞ്ഞൊരു സമരം നടത്തിയത്. പക്ഷേ എങ്കിൽ 2025 കഴിഞ്ഞപ്പോൾ 2026 ആയിട്ടും നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്തു തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത കൊല്ലം നമ്മൾ 4th ഇയർ ആകുന്ന സമയത്ത് സർജറി, മെഡിസിൻ പോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ OT സംവിധാനങ്ങൾ വേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതുവരെയും എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ പറഞ്ഞ OT കോംപ്ലക്സ് പോലും ഇതുവരെ നമുക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല. വൈദ്യുതി എത്തിക്കാനുള്ള 11 kV ലൈനിന്റെ പണികളും തുടങ്ങിയിട്ടില്ല. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലെ റോഡിന്റെ അവസ്ഥ ശോചനീയമാണ്.
കോളേജുകളിലേക്കും ഹോസ്റ്റലുകളിലേക്കുമുള്ള റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ അറിയാം. വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ വീണ് വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടും ഇവിടുത്തെ അധികാരികൾക്ക് യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. ലെക്ചർ ഹാൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുമുണ്ട്. പണികൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യം, വൈദ്യുതി, പൊതുമരാമത്ത് എന്നീ വകുപ്പ് മന്ത്രിമാരെ നേരിൽ കണ്ട് വിദ്യാർത്ഥികൾ നിവേദനം നൽകിയിട്ടും ഫലമുണ്ടായില്ല. ഇതാണ് വീണ്ടും സമരത്തിനിറങ്ങാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത്. 24 ഇടുക്കി. മലപ്പുറം പെരിയമ്പലത്ത് വർക്ക്ഷോപ്പിലെ പെയിന്റിംഗ് തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമീപം താമസിക്കുന്ന ജയകൃഷ്ണനാണ് മരിച്ചത്. ഏറെ നേരം കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജയകൃഷ്ണനെ വർക്ക്ഷോപ്പിന് പിറകിലെ കിണറ്റിൽ വീണുകിടക്കുന്നത് കണ്ടത്. ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പശ്ചിമ ബംഗാളിൽ നിന്നും പ്രധാനമന്ത്രി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. ഹൂഗ്ലി ജില്ലയിലെ സിംഗൂർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 830 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുക. ബാലഗഡിലെ എക്സ്റ്റൻഡേഡ് പോർട്ട് ഗേറ്റ് സിസ്റ്റത്തിന്റെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിക്കും. ചരക്കു നീക്കത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. ഇതിനു പുറമെ ജയറാംപതി മെയ്നാപൂർ റെയിൽപാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിക്കും. നാസയുടെ ആർട്ടമിസ് 2 ദൌത്യത്തിന്റെ ഭാഗമായ സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഇന്ത്യൻ സമയം വൈകിട്ട് 5-നാണ് 12 മണിക്കൂർ നീളുന്ന ദൌത്യം ആരംഭിച്ചത്. ഫെബ്രുവരി 6-നാണ് ചന്ദ്രനെ വലം വയ്ക്കാനുള്ള ആർട്ടമിസ് 2 ദൌത്യം വിക്ഷേപിക്കുന്നത്. അരനൂറ്റാണ്ടിനു ശേഷം ഇതാദ്യമായാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. 10 ദിവസം നീളുന്ന ദൌത്യത്തിൽ 4 ബഹിരാകാശ യാത്രികരാണ് ഉള്ളത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സമാപനം. സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടത്തിൽ കണ്ണൂരാണ് മുന്നിൽ. തൃശൂരും പാലക്കാടും തൊട്ടു പിന്നിലുണ്ട്. സമാപന ചടങ്ങിൽ നടൻ മോഹൻലാലാകും മുഖ്യാതിഥിയായി എത്തുക. വിപിൻ സി വിജയനാണ് കലോത്സവ നഗരിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ 5 ദിവസം നീണ്ട കലാമാമാങ്കത്തിന് ഇന്ന് അവസാനമാവുകയാണ്. ഇന്നിപ്പോൾ കണ്ണൂർ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഒപ്പം തന്നെ തൊട്ടു പിന്നിൽ മറ്റു 2 ജില്ല കോഴിക്കോടും പാലക്കാടും നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരങ്ങൾ എങ്ങനെയാണ്? എപ്പോഴായിരിക്കും മത്സരങ്ങൾ സമാപിക്കുക? പ്രവിത, 64ാമത് സംസ്ഥാന കലോത്സവം അതിന്റെ പരിസമാപ്തിയിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. അപ്പോൾ കൗമാര പ്രതിഭകളുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനത്തിനാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതോട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയാം, ഒപ്പത്തിനൊപ്പം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പോയിന്റ് നില. ആ സ്വർണ്ണക്കപ്പിൽ ഏത് ടീം ഏത് ജില്ല മുത്തമിടും എന്നുള്ളത് കാണാൻ തന്നെയാണ് കാത്തിരിക്കുന്നത്. കണ്ണൂരാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതായത് 990 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ നിൽക്കുന്നു. രണ്ടാമതായി തൃശ്ശൂർ ജില്ല തന്നെയാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക് 983 പോയിന്റ് ആണെങ്കിൽ തൊട്ടു പിന്നിൽ പാലക്കാട് കോഴിക്കോടിനെ മറികടന്നെത്തി. അങ്ങനെ 982 പോയിന്റ് പാലക്കാടിന്, 981 പോയിന്റ് കോഴിക്കോടിന്. അങ്ങനെ ഓരോ പോയിന്റ് വ്യത്യാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എല്ലാ മത്സരങ്ങളും വളരെ നിർണായകമെന്ന് തന്നെ പറയാം. ഇന്ന് നാടോടി നൃത്തം, ഒപ്പം തന്നെ കുച്ചിപ്പുടിയുണ്ട്, സംഘഗാനം, ഉറുദു സംഘഗാനമുണ്ട്, വഞ്ചിപ്പാട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാന ഐറ്റങ്ങളായി പ്രധാന വേദികളിൽ നടക്കാനുള്ളത്. ഇത് ഞാൻ നിൽക്കുന്ന 1ാമത്തെ വേദിയിലാണ്. ഇവിടെയാണ് ഇന്നിപ്പോൾ നാടോടി നൃത്തം നടക്കാൻ പോകുന്നത്. ഏകദേശം 4 മണിയോട് കൂടി തന്നെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. നടൻ മോഹൻലാൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മോഹൻലാലും പ്രതിപക്ഷ നേതാവ് കൂടി ചേർന്നായിരിക്കും സ്വർണ്ണക്കപ്പ് കൈമാറുകയും ചെയ്യുക. അപ്പോഴേക്കും എല്ലാ ആളുകളും ഈ 1ാമത്തെ വേദിയിലേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും പിന്നീട് ചടങ്ങുകൾ നടക്കുകയും ചെയ്യുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. വളരെ സമാധാനപരമായി വളരെ നല്ല രീതിയിലുള്ള ഒരു ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു കലോത്സവം കൂടിയാണ് ഈ സമാപിക്കുന്നത്. അതിൻ്റെ എല്ലാ ആവേശവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ അത്രയേറെ ജനപങ്കാളിത്തം ഓരോ സ്റ്റേജിലും, വൃന്ദവാദി നടക്കുന്ന സ്റ്റേജിലടക്കം പൂർണ്ണമായും ആളുകളുടെ ഒരു ജനപങ്കാളിത്തം നമ്മളെ അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് തൃശ്ശൂരിലുള്ളത്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ 8:30 കൂടി തന്നെ ആദ്യ മത്സരങ്ങൾക്കൊക്കെയുള്ള ഒരു തുടക്കം ആവുകയും ചെയ്യും. പ്രഭിത, എന്തായാലും അവസാന ദിവസം അടിച്ചു പൊളിക്കൂ വിപിൻ സി വിജയൻ. 24ന്റെ സംഘവും അവിടെ തുടരുന്നുണ്ട്. വിപിൻ സി വിജയനാണ് കലോത്സവ നഗരിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിയത്. അക്ഷരശ്ലോകത്തിന്റെ വഴിയെ നടക്കുന്ന അമ്മയെയും മകളെയും കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. തുടർച്ചയായി 5 വർഷം അക്ഷരശ്ലോകത്തിൽ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ ആളാണ് ഇന്ന് അധ്യാപിക കൂടിയായ ആർ രാധിക. മകൾ അഗജ സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കാനെത്തുന്നത് 2ാം തവണയാണ്. ഒമ്പതാം ക്ലാസ്സുകാരിയായ മകൾ അഗജ
വേദിയിൽ അക്ഷരശ്ലോകം ചൊല്ലുമ്പോൾ രാധികയുടെ മനസ്സിൽ ഒരു കലോത്സവകാലം നിറയുന്നുണ്ട്. (2001) മുതൽ 2005 വരെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട് രാധിക. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഗ്രേഡല്ല, സ്ഥാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വാശിയേറിയ മത്സരവുമായിരുന്നു. എഴുത്തിനിരുത്തുന്നതിനൊക്കെ മുൻപ് തന്നെ ശ്ലോകങ്ങൾ കാണാതെ പഠിച്ച് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. 1ാം ക്ലാസ് ആ സമയത്തൊക്കെ മത്സരങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ പങ്കെടുത്തു തുടങ്ങി. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെറുതാകുമ്പോൾ തൊട്ട് ഇങ്ങനെ അമ്മ ശ്ലോകം ചൊല്ലണതൊക്കെ കേട്ടിട്ടാണ് പഠിച്ചിരുന്നത്. ആദ്യം വി രാമചന്ദ്രയ്യർ മാഷെടുത്ത് ഒഫീഷ്യലായിട്ട് പഠിക്കാൻ തുടങ്ങി. വല്ലാതെ അങ്ങനെ എല്ലാവരോടും മത്സര ബുദ്ധിയൊന്നും ആർക്കില്ല, എല്ലാവരും ഫ്രണ്ട്സാണ്. പിന്നെ അത് അമ്മയും മാഷും ഒക്കെ പ്രോത്സാഹനം. ഒറ്റപ്പാലത്തിനടുത്തുള്ള ചുനങ്ങാട് AVHSS സ്കൂൾ അധ്യാപികയാണ് രാധിക. അഗജ ഇതേ സ്കൂളിൽ പഠിക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല ജില്ലകളിലും മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. പല സമിതികളിലും ഇത് അഭ്യസിപ്പിക്കുന്നുണ്ട്. പല സമിതികളും മത്സരങ്ങൾ നടത്താറുണ്ട്. അത്തരത്തിലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കുകൊള്ളാറുണ്ട്. കഴിഞ്ഞ തവണ അഗജയ്ക്ക് A ഗ്രേഡ് നേട്ടം. ഇത്തവണയും അത് ആവർത്തിച്ചു. ചുനങ്ങാട് അമൃതഭാരതി അക്ഷരശ്ലോക സമിതി ആചാര്യനായ വി രാമചന്ദ്ര അയ്യരാണ് ഇരുവരെയും പരിശീലിപ്പിച്ചതെന്ന പ്രത്യേകതയുമുണ്ട്. കഥകളിപ്പദം, ശാസ്ത്രീയ സംഗീതം എന്നിവയിലും പഠനം തുടരുകയാണ് അഗജ. വില്ലുദ്രുമത്തിൽ അമിതാണ് പിതാവ്, സഹജ സഹോദരിയാണ്. ഒരു കാലത്തും നിൽക്കുന്ന ഒന്നല്ല, അതായത് കഴിഞ്ഞു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് നമ്മളുടെ മരണം വരെയും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും കഴിയാത്ത ഒന്നാണ് ശ്ലോക പഠനം എന്ന് പറയുന്നത്. ബിനേഷ് ബാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശൂർ.